ചേട്ടൻ പോലീസിനെ വിളിക്കേ. വണ്ടി എടുക്കാൻ പറ്റത്തില്ല. സേലം ബസ് സ്റ്റാൻഡിൽ നടന്ന് ബൈപ്പാസ് വരെ വരാനായിട്ട് ഒരു ഓട്ടോ എടുത്തു. എന്റെ നിർഭാഗ്യവശാൽ ഞാൻ ആ ചേട്ടൻ. ഹലോ ഹായ്, ദിസ് ഇസ് മീ സാത്താൻ. ടെക് ട്രാവലീഡ് ബൈ സുജിത് ഭക്തൻ. നമ്മുടെ സുജിത്തേട്ടനാണെങ്കിൽ ഇപ്പം അടുത്തൊരു യാത്രയിലാണ്. അപ്പം ആനവണ്ടിയിൽ ലണ്ടനിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നത്. അപ്പം സുജിത്തേട്ടനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രൊഫഷണലായിട്ട് ഒരു വ്ളോഗിങ് ചെയ്യുന്ന ഒരു മറ്റൊരു ട്രാവൽ വ്ളോഗർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും ബാക്കിയുള്ള ആളുകളുടെ എണ്ണം നമ്മൾ പറയുകയാണെങ്കിൽ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ യൂട്യൂബ് ട്രാവൽ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജിത്തേട്ടൻ തന്നെയായിരിക്കും ഒന്നാമത് നിൽക്കുന്നത്. കാര്യം സന്തോഷ് ജോർജ് കുളുങ്ങര അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം കേരളത്തിൽ ഇത്രയും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ക്വാളിറ്റി വീഡിയോസ് എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി സുജിത്തേട്ടൻ തന്നെയാണ്. അപ്പം സുജിത്തേട്ടൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ പോയി പല പല അനുഭവങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പം അവിടെ പോയി സംഭവിക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളിത് ഷെയർ ചെയ്യുകയും ഇതിങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു ലണ്ടനിലേക്ക് ആനവണ്ടി ലണ്ടനിലേക്ക് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ആ ഒരു വീഡിയോ ചെയ്ത സമയത്തേക്കിന് സുജിത്തേട്ടന് സേലത്ത് വെച്ചിട്ട് ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട് ചെറിയൊരു കശപിശ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ആ ഒരു കശപിശ എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചേട്ടൻ പോലീസിനെ വിളിക്കേ. വണ്ടി എടുക്കാൻ പറ്റത്തില്ല. 5 കിലോമീറ്റർ 250 രൂപയാണ്. തരാൻ പറ്റത്തില്ല. 150 രൂപ വരെ മാക്സിമം. 150 രൂപ. അതുക്കപ്പുറം തരം മുടിയാതെ. 5 കിലോമീറ്റർ മാക്സിമം 5 കിലോമീറ്റർ ഇല്ല കൊടുക്കാതെ തരാതെ. അണ്ണാ എന്താണ് വെച്ചാൽ ചെയ്തു, എനിക്ക് ഒരു പ്രശ്നമില്ല. 5 കിലോമീറ്റർ 250 രൂപ. ഇതെന്താ കൊള്ളയാ? ഞാൻ കേരളത്തിൽ നിന്നുള്ളതായോണ്ടാണോ ചേട്ടൻ എന്നെ ഇതാക്കുന്നത്? ഇല്ലില്ല അണ്ണാ ഇല്ല. അത് ജാസ്തി. 5 കിലോമീറ്ററിന് ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് ഇവിടെ വരെ എത്ര രൂപ ചേട്ടാ? എത്ര രൂപയുണ്ട്? എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? 9 കിലോമീറ്റർ. എവിടെ 9 കിലോമീറ്റർ കറങ്ങി? എവിടെ 9 കിലോമീറ്റർ കറങ്ങി? എവിടെ 9 കിലോമീറ്റർ കറങ്ങി? അമ്മ തരത്തില്ല. 150 രൂപ വരാം മാക്സിമം. അതിൽ കൂടുതൽ തരത്തില്ല. 150 രൂപ. അത് ചേട്ടൻ തരാൻ വരിക ഞാൻ തരാം, ഇല്ലെങ്കിൽ തരാൻ പറ്റത്തില്ല. ചേട്ടൻ 500 വെച്ചോ. എന്നാ എനിക്ക് വേണ്ട, ബാക്കി വേണ്ട. ചേട്ടൻ വെച്ചോ, എന്നാ വെച്ചോ. പിന്നല്ല, നിങ്ങൾ ഇങ്ങനെ കൊല്ലരുത് ആൾക്കാരെ. എന്റെ പൊന്നെ ഒന്നും പറയണ്ട. ഞാൻ ആ സേലം ബസ് സ്റ്റാൻഡിൽ നടന്ന് ബൈപ്പാസ് വരെ വരാനായിട്ട് ഒരു ഓട്ടോ എടുത്തു. എന്റെ നിർഭാഗ്യവശാൽ ഞാൻ ആ ചേട്ടനോട് എത്ര രൂപ ആവുമെന്ന് ചോദിച്ചില്ല. 5 കിലോമീറ്ററാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിനും പുള്ളി എന്നോട് 250 രൂപ വേണമെന്ന് പറഞ്ഞു. 5 കിലോമീറ്റർ കൊടുക്കുന്നതിന് യാതൊരു വിഷമം ഉണ്ടായിട്ടല്ല. പക്ഷേ കൊള്ളയല്ലേ 5 കിലോമീറ്റർ 250 രൂപ വാങ്ങിക്കാന്ന് പറയുമ്പോഴത്തേക്കിനും അത് നമ്മളൊരുമാതിരി ആക്കുന്ന പരിപാടിയല്ലേ അല്ലേ? അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താ അല്ലേ, ചില ആൾക്കാർ ഇങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം ഞാൻ തർക്കിച്ച് നോക്കി, പക്ഷേ പുള്ളി അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോലീസ് വിളിക്കുന്നൊക്കെ പറഞ്ഞു. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. പുള്ളി ഇറങ്ങിയാണ്. പിന്നെ എനിക്ക് ഒരു വഴക്കുണ്ടാക്കാനോ സീനുണ്ടാക്കാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പൈസ എടുത്തു. എൻ്റെ ചില്ലറ ഇല്ലായിരുന്നു, അതുകൊണ്ട് 500 എടുത്ത് കൊടുത്ത്. ചില്ലറ ഉണ്ടായിരുന്ന ഞാൻ ഒരു 100 വരുമ്പോൾ എടുത്ത് കൊടുത്തേനെ. പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ എത്ര വെച്ചാൽ എടുത്തിട്ട് ബാക്കി നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുജിത്തേട്ടൻ്റെ ഈ ഒരു കേസ് സുജിത്തേട്ടന് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പല ആളുകൾക്കും ഈ കമൻറ്റ് ബോക്സിലും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ അവസ്ഥ പല ആളുകൾക്കും സേലത്ത് വെച്ചിട്ടും അല്ലാതെയും ഒക്കെ സംഭവിക്കാറുണ്ട്. കാര്യം നമ്മളുടെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിന് അവിടെയുള്ള ആളുകൾ നമ്മൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഷോപ്സിലാണെങ്കിൽ പോലും ആ ഷോപ്പുകളിലാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾക്ക് അധികമായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഊറ്റാനെ കൊണ്ട് വാങ്ങാനെ കൊണ്ട് ശ്രമിക്കും. നമ്മൾ മലയാളികൾ ഈ ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സുജിത്തേട്ടൻ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നത് 9 കിലോമീറ്റർ. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 5 കിലോമീറ്റർ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിന് 280 രൂപ എന്നൊക്കെ പറയുമ്പോൾ കത്തിയാടെ സത്യം. കത്തി എന്ന് വെച്ചാൽ കത്തിയുടെ അങ്ങേ അറ്റമാണ്. ആൻഡ് ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ ഇടയ്ക്കൊരു ദിവസം തിരുവനന്തപുരത്തേക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ യാത്ര ചെയ്ത സമയത്ത് അവിടുന്ന് കുറച്ച് ദൂരം, എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ തികച്ചില്ല. ആ 1 കിലോമീറ്റർ തികച്ചില്ലാത്ത സ്ഥലത്തേക്ക് അവിടുന്ന് യാത്ര ചെയ്ത് അങ്ങോട്ടൊരു ഓട്ടോയ്ക്ക് ചാർജ് ചോദിച്ചപ്പോഴത്തേക്കിന് എന്തോ 10-800 മീറ്റർ എന്തോ ഉള്ളൂ. അവിടെ ചാർജ് ചോദിച്ചപ്പോഴത്തേക്കിന് 80-90 രൂപയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, ആ 80-90 രൂപ എന്ന് പറയുന്നതിൻ്റെ കത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുത്തുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ഓട്ടോക്കാരൊക്കെ ആണെങ്കിൽ 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് 80 രൂപ ഒക്കെ വാങ്ങുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ സുജിത്തേട്ടനെ പറ്റിയുള്ള ഒരു കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്.
സുഹിതേട്ടൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ 500 രൂപയോ അല്ലെങ്കിൽ ഇയാൾ ഒരു 1000 പറഞ്ഞാൽ കൊടുക്കുന്നതിൽ സുഹിതേട്ടൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ പറയുന്നതിൽ നമ്മളെ കത്തിയായിട്ട് നമ്മുടെ കൊള്ള പൈസ വാങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആൻഡ് സുജിത്തേട്ടൻ പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ പ്രതികരിച്ച ആ ഒരു കാര്യത്തിലൂടെ എനിക്ക് യോജിപ്പ് മാത്രമേ ഉള്ളൂ. കാരണം സുഹിതേട്ടൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതേ ചെയ്യുകയുള്ളൂ. ആൻഡ് ഒരു പക്ഷേ എൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു ചോരത്തിളപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറം ഞാൻ ചിലപ്പം പ്രവർത്തിച്ചെന്ന് വരാം. കാര്യം എൻ്റെ സ്വഭാവം ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സുഹിതേട്ടനോട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ പെരുമാറിയിട്ടുള്ളത്. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ സംസാരിച്ചിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു കേസിൽ ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു, എടാ ഇത് കണ്ടിട്ട് നിനക്ക് എന്താ അഭിപ്രായം ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, എടാ അത് മാത്രമല്ല ചിലപ്പോൾ ഈ ഓട്ടോക്കാർക്ക് അവർക്ക് കിട്ടുന്നൊരു വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലായിരിക്കും. ഒരുപാട് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് വരുമാനം കിട്ടുന്നത്. അപ്പം അവരുടെ ഫാമിലിക്ക് അത്രയും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ പോകുന്ന സമയത്തേക്കിന് നമ്മളെപ്പോലെ പുറത്തു നിന്നൊക്കെ വരുന്ന ഒരാളെ കിട്ടുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ പിഴിയാൻ അവർ ശ്രമിക്കും. ഓക്കെ. ആൻഡ് ആ ഒരു ഉടായ്പ് എന്ന് പറയുന്നത് പല ആളുകളും ഉടായ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ ഇതിലും വലിയ ഉടായ്പകൾ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഉടായ്പ് എനിക്ക് എപ്പോഴും ദേഷ്യമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഉടായ്പൊക്കെ ചെയ്തോട്ടെ, അത് പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ന്യായമില്ലാത്ത ഉടായ്പകൾ ചെയ്യുമ്പോൾ, ഉടായ്പ് 2 രീതിയിലുണ്ട്. ഒന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, ന്യായീകരിക്കാൻ പറ്റുന്ന ഉടായ്പും ന്യായീകരിക്കാൻ കഴിയാത്ത ഉടായ്പുണ്ട്. അപ്പം ഈ ഒരു ഉടായ്പ് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് വീട്ടിൽ പ്രാരാബ്ദവും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അയാളും അറിയേണ്ട ആവശ്യമില്ല. കാരണം ഫെയറായിട്ട് ഇവിടെ എന്താണോ ചാർജ് പറയുന്നത് ആ ഒരു ചാർജ് മാത്രം കൊടുക്കേണ്ടത് ആവശ്യകത മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടെ അത്യാവശ്യം ഹോൾഡോ അവിടെ ഒരു കളവോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ വേറൊരു രീതിയിൽ അനുഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ഇടയ്ക്ക് തൃശ്ശൂർ പോയ സമയത്തേക്കിന് അവിടുത്തെ ബസ് ചാർജ് എൻ്റെ അടുത്ത് അമിതമായിട്ടുള്ള രീതിയിൽ വെച്ച്, ഈവൻ കൊച്ചിയിൽ പല ആളുകൾ യാത്ര ചെയ്യുന്നില്ല, അവിടെ ആണെങ്കിൽ ബസ്സിൻ്റെ ചാർജ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ചില റേറ്റൊക്കെ എന്നൊക്കെ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഇത് തന്നെയാണോ നമുക്കൊരു സംശയം തോന്നിയാൽ ഇത് തന്നെയാണ്, ഇത്ര രൂപയാണ്, ഇല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൂ, ഇതാണ് പരിപാടി. അപ്പം ഇത് ആ ഒരു സ്ഥലത്ത് മാത്രം സംഭവിക്കുന്നില്ല, നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും, നമ്മുടെ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സുഹിതേട്ടൻ തന്നെ ആദ്യം പറഞ്ഞു, പുള്ളിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആദ്യം എത്രയാണ് ചാർജ് എന്നുള്ളത് സുഹിതേട്ടൻ ചോദിച്ചില്ല. അതുകൊണ്ടാണല്ലോ പിന്നീട് ഓട്ടക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പെട്ടുപോയൊരവസ്ഥ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കിന് ബെറ്റർ, ഇപ്പോൾ സുഹിതേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്രയാണ് ചാർജ് എന്നുള്ളത് നമ്മൾ ബെറ്റർ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മളതിനേക്ക് കയറിയതിന് ശേഷം ഇവരൊരു ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകൂടെ, അവസ്ഥയാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് അത് മാത്രമേ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സുഹിതേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. കാര്യം കൊടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, എന്നിട്ടും സുഹിതേട്ടൻ 500 രൂപ കൊടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുമാതിരി കത്തിയായിട്ട് നമ്മുടെ മണ്ടയ്ക്ക് കയറുന്ന രീതിയിൽ നമ്മളെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക?